അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടത് നിങ്ങളുടെ ഇടപെടൽ ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ്. വേറെ ലക്ഷ്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ. മണ്ണാർക്കാട്ടെന്ന് ഞാൻ പറഞ്ഞ്, മലപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞ്, ഇടതുപക്ഷോ വലതുപക്ഷോ ഇനി BJPയോ ആരെങ്കിലും ഒരാൾ ജയിക്കും, വേറെ ആൾ പരാജയപ്പെടുന്നതൊക്കെ ഇലക്ഷനിൽ സാധാരണയാണ്. അതിലൊന്നൊരു പ്രശ്നമില്ല. ഇടതുപക്ഷത്തിൻ്റെ ആൾ അവർക്ക് വോട്ട് തേടാം, അതുപോലെ പിന്നെ വലതുപക്ഷക്കാർക്ക് അങ്ങനെയും തേടാം. ഓരോരുത്തർക്കും അവരെ ഹിക്മത്തനുസരിച്ച് തേടാം. പക്ഷെ മൊയിലേർ അതിലിടപെടുമ്പോൾ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. അതിന് വ്യാജ മുസ്ലിയാക്കന്മാരെ നേരിടാൻ ഞങ്ങളെയാണ് ഏൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലിടപെടേണ്ടി വരും. നിങ്ങൾ അടങ്ങിന്നോളി, ഞങ്ങൾ മിണ്ടൂല. അപ്പൊ നമ്മൾ കൊണ്ടുവന്നു 2 ടീമും കൂടി ഒന്നിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. വെറുതെ ഞാനൊന്നും പറയില്ല, നമ്മൾ പറയില്ലല്ലോ. നമ്മളിപ്പോൾ നിങ്ങളാരും അതിലിറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങിയെന്നൊന്നും പറയും. നമുക്ക് എന്തിനാ പറയേണ്ട? പക്ഷെ അന്നേരം കൂടി ഇബിന് തൈമിയും കൂടി പറഞ്ഞൂടെ? ഇത്ര വിഷയം ഇവിടെ പറയാണ്ട്. അപ്പൊ നിങ്ങളുടെ ടോപ്പ് പ്രഭാഷകൻ ആര്? വഹാബ് സഖാഫിയെ പോലെയുള്ള ആളുകൾ നിരന്തരമായി പോസ്റ്റ് ഇട്ടു. അതൊരു ജബ്ബാറാജി മാത്രമൊന്നല്ല, ഒരുപാട് ആളുകൾ, ഇന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഉസ്താദെ, എനിക്കെതിരെ അത്രയും ചെയ്ത ആളുകളാണ്, പക്ഷെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് വിളിച്ച്. ചിലർ മുട്ടായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവര് തോൽപ്പിക്കാൻ വേണ്ടി റെഡിയായി ജയിച്ച ടീമാണ്, സ്പെഷ്യൽ ടീം. അപ്പൊ നോക്കുക, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അതിൽ ജബ്ബാർ ഹാജിയെ പ്രത്യേകം, എളമരം ജബ്ബാർ ഹാജിയെ ഫോക്കസ് ചെയ്തിട്ട് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി AP വിഭാഗത്തിന്റെ ലീഡേഴ്സ്. അതിന്റെ മുൻനിരയിൽ ആരുണ്ട്? വഹാബ് സഖാഫിയെ പോലെയുള്ളവരുണ്ട്. ഇത് ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞിട്ട് അതില്ലാന്ന് പറയുകയാണെങ്കിൽ അതൊരു വർത്താനം അല്ലേ? ഇപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾ പറയാ, ഓ ഞങ്ങളെ നേതാവ് വഹാബ് സഖാഫിന്റെ പേരിൽ ആരോപണം പറഞ്ഞു, അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടില്ല, പോസ്റ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയോ? ഇന്നുണ്ടല്ലോ പോസ്റ്റ്. ചിലതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കിന്, ഞങ്ങളൊക്കെ എടുത്തു വെച്ചും ചെയ്തിന്. അതിന്റെ പുറമെ ഡിലീറ്റ് ആക്കാത്ത തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ നിലവിലുണ്ട്, നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തോറ്റു എന്നുള്ളത് ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിയത് വളരെ, പിന്നെ തെളിയിക്കണ്ടില്ല. അപ്പൊ ഞാനതാ എടുത്തു പറഞ്ഞു. അതിന് നിങ്ങളെടുത്ത് വല്ല മറുപടി ഉണ്ടോ? എത്ര എണ്ണം ഇറങ്ങി നിങ്ങള്? വഹാബ് സഖാഫിട്ട പോസ്റ്റുകൾ ഞാൻ ഓരോന്ന് കാണിച്ചിരുന്നു. അതിലൊന്ന് ഏതായിരുന്നു? എളമരം ജബ്ബാർ ഹാജിയുടെ, അദ്ദേഹമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹം പരാജയപ്പെടണം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പഴയൊരു പ്രസംഗം വീണ്ടും ഇട്ടു. അതിനെന്താ ജബ്ബാർ ഹാജി പറയണേ? AP-ക്കാരെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ പ്രസംഗം ഇട്ടിട്ടാണ് വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്ത അതേ പോസ്റ്റ് ഞാനിവിടെ കേൾപ്പിച്ചു. ഒന്നുകൂടി കേൾപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞ എന്താ, വളരെ വിഷയം വളരെ വ്യക്തമല്ല, വെച്ചുകൊടുക്കുക. ഒറ്റ കാര്യം എന്നോട് ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പം നേരെ അക്കരെ കായലത്തും അതുപോലെ പല സ്ഥലങ്ങളിലും മാങ്കടമുണ്ടായി, പല സ്ഥലങ്ങളിലും വഹാബ് സഖാഫിയൊക്കെ ഇങ്ങനെ ക്ലിപ്പിട. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത വെറുപ്പ് അവർക്ക്. അതാണ് ഈ രീതിയില് ഞങ്ങൾ ചളാരി സംസ്ഥയുടെ ആളായതുകൊണ്ട്, ലീഗൽ സെല്ലിന്റെ ആളായതുകൊണ്ടൊക്കെയാണ്. അതല്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടിയോട് ഏതെങ്കിലും ഉണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. ജീവിതകാലം, ശിഷ്ടജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത് ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ്. നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം. അങ്ങനെ തോന്നണ്ട. ഇതായ എഴുത്തുകൾ കണ്ടോ? മുടിസുന്നികളുടെ അടുത്തേക്ക് വരില്ല ലീഗിനെ, വഹാബ് എഴുതിയതാണ്. എന്നിട്ട് ജബ്ബാർ ഹാജിയുടെ പ്രസംഗത്തെ വീണ്ടിട്ടു. അത് മറ്റുള്ളവർ ഷെയർ ചെയ്തു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ ഉണ്ടായത്? അദ്ദേഹം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അദ്ദേഹം മാത്രമല്ല, അതിനോട് സമാനമായ പലരും വിജയിച്ചു കഴിഞ്ഞാൽ പലൊരു സ്വഭാവമുണ്ട്, ഞാഞ്ഞൂലിന്റെ സ്വഭാവം. പാമ്പ് കടിച്ച് മരിച്ച് മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂല് പറയാ, കണ്ടോ എന്നോട് കഴിച്ച അങ്ങനെ ഉണ്ടാവും. വിഷം പോയിട്ട് ഒരു സാധനം ഇതിനില്ല, കടിച്ചത് പാമ്പാണ്, അത് പോയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ പൊതുജനങ്ങളാണ് ഇവിടെ വിധി എഴുതുന്നത്. നിങ്ങൾ 4 മൊയ്ലിയന്മാർ സമ്മേളനത്തിന് വരുന്ന കണ്ടിട്ട് ഇതൊക്കെ ഞങ്ങൾ ആളാചാരിച്ച് പണ്ട് മണ്ണാർക്കാട്ടേക്ക് എല്ലാ ജില്ലയിൽ നിന്നും കൂടി ആള് വന്നിട്ട് അവിടെ ഫുള്ളായി, ആൾ ഒരൊറ്റൊന്നിനും വോട്ടുമില്ല.
തോറ്റു തുന്നം പാറി. ഇതുപോലെ ജനങ്ങളാണല്ലോ വിധി എഴുതുന്നത്. ഒരു മഹലിൽ സംഘടനയിൽ സജീവമായ ആളെത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് കൂട്ടി നോക്കി. ഒരു 100 ആൾ ഒരു മഹലിലുണ്ടെങ്കിൽ ഏറിപ്പോയാൽ ഒരു 10 അതിനുണ്ടെങ്കിൽ ആയി, അല്ലെങ്കിൽ 20 എല്ലാ സംഘടനയിലും ഒരു കൂട്ടിയാ. ബാക്കിയൊക്കെ ജനറൽ മനുഷ്യന്മാരാ. സുന്നികളാണെങ്കിൽ ഒരു മമ്പർത്തും മടവൂരൊക്കെ പോകുമ്പോൾ അഹ്ലുബൈത്തിനെയും മശായിഖിനൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ആളുകളെ അധികവും. ആർക്കതറിയാത്ത? അതുകൊണ്ടാണ് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യലിന്റെ ഷർത്ത് അയ്യക്കൂന SSF എന്നല്ല, SSFകാരനാകാന്നല്ല. അതിന് ഇവിടുത്തെ 18 വയസ്സ് കഴിഞ്ഞ് ഇവിടുത്തെ നിയമപ്രകാരം അധികാരമുള്ളവനൊക്കെ വോട്ടുണ്ടാവും, ആണിനും പെണ്ണിനും ഉണ്ടാവും. വോട്ടങ്ങോട്ട് ചെയ്തു. വഹാബ് സഖാഫി അടക്കമുള്ളവരുടെ ലക്ഷ്യം പൊട്ടി, കുടുങ്ങി. ഇപ്പം ഇങ്ങനെ പറയാം, ഞങ്ങളാണ് വോട്ട് ചെയ്തത്, ഞങ്ങളാ വോട്ട് ചെയ്തത്. എന്നിട്ട് മിനിയാന്ന് ആജിയാർ ഒരു പ്രസംഗം കിട്ടി. എന്താ മൂപ്പര് പറയുന്നത്? മൂപ്പര് ഒരു സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള മുസ്ലിം ജമാഅത്തുകാർ അവരോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്, ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയാണ്. ആ മുസ്ലിം ജമാഅത്തിന് നന്ദിയും കിട്ടിയിട്ടുണ്ട്. കിട്ടുമല്ലോ. എപ്പോഴാ കിട്ടുക? നിങ്ങളുടെ ഔദ്യോഗിക നേതൃത്വവും ഔദ്യോഗിക ആളുകളും ഒരു പണിക്ക് ഇറങ്ങിയപ്പോ അതിനെതിരെ തിരിച്ചു ചെയ്ത ബോധമുള്ള പ്രവർത്തകർ അതിലുണ്ടല്ലോ. ഏതുപോലെ പേരോടിനെ പോലെയുള്ളവർ ഇബ്നു തൈമിയെ ന്യായീകരിച്ചപ്പോ പകര ഹസനിയെ പോലെയുള്ള ബോധമുള്ളവർ അതിനെതിരെ തിരിഞ്ഞുകുത്തി. ഞങ്ങൾ പറഞ്ഞില്ലേ പകരക്ക് അഭിനന്ദനങ്ങൾ, പകര ഉസ്താദിന് അഭിനന്ദനങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അതിനിപ്പോ എന്താ പ്രശ്നം? പോകട്ടെ, ഇനി പകര ഉസ്താദൊക്കെ അടക്കട്ടെ. ഈ മർക്കസിന്നും സിറാജുൽ ഹുദയിൽ നിന്നൊക്കെയുള്ള 68 അടക്കമുള്ള വിവരങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വരണ്ടേ? ഞങ്ങൾക്കെങ്ങനെ വരുന്നത്? നിങ്ങളുടെ പ്രവർത്തകരായി നിങ്ങൾ കാണുന്നവർ എത്തിച്ചു തരുന്നതാ, അല്ലാത്തുണ്ടാവും. എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. മൊത്തം നിങ്ങൾ പുറത്താക്കിയേക്ക്. സ്വാഭാവികമായി വലിയ വലിയ കാര്യങ്ങൾ തരുമ്പോൾ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാറുണ്ട്. പുറത്തു പോലും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. സ്വാഭാവികമായും ഈ വഹാബ് സഖാഫി അടക്കം പണിയെടുത്തപ്പോ അതിനെ അംഗീകരിക്കാതെ ആജിയാരെ കൂടെ നിന്ന മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരുണ്ടെങ്കിൽ അയാൾ അഭിനന്ദിക്കണല്ലോ. അതല്ലേ ചെയ്യണ്ടേ? എന്നിട്ട് പിന്നെന്താ ആജിയാര് പറഞ്ഞേ? വേറെ ചില ടീമുണ്ട്, ആ ടീമിനുള്ളത് അല്ല തന്നെ കൊടുക്കും. കറക്റ്റാണ്. 2 മൂപ്പര് ഒപ്പിച്ചാ പറഞ്ഞ്. എന്നിട്ട് അതിൻ്റെ ഒരു തിരിയെടുത്ത് അത് കേൾപ്പിച്ച്. അതും മൂപ്പരൊരു മാന്യനായതുകൊണ്ടാട്ടോ. നിങ്ങളൊക്കെ മൂപ്പര് നിങ്ങളെക്കാളും ഉസാറാ. അതുകൊണ്ടാണത്. നിങ്ങൾ പറഞ്ഞു തിരിച്ചു പറയല്ലോ ചെയ്യുന്നത്. അന്ന് കേട്ടോളൂ, നിങ്ങൾ രണ്ടും പറയണ ഭാഗമാണ്. അതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞത് ഞങ്ങൾ ഇവിടെ. നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എല്ലാവരും, എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചു, സഹായിച്ചു. ഓരോരോ വികാര നിർഭരമായ രംഗങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. അത് ഓരോരുത്തരോടും പറയുന്ന നന്ദിയായി നിങ്ങൾ കാണണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും വരും. കറുത്തുടുത്ത അയ്യപ്പ ഭക്തന്മാരായ സ്വാമിമാര് ഒക്കെ നമ്മളോട് കാണിച്ചത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വളരെ കൃത്യമാണ് വാക്കുകൾ. ബാക്കിയോട് കേൾക്കാണ്ട് പേരെടുത്ത് വരെ പറയുന്നുണ്ട്. പഴയ കാലത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതൊക്കെ മറന്ന് ആ പഴയ കാലത്ത് ചെയ്ത വഹാബ് ഓർമ്മപ്പെടുത്തി കൊടുത്ത്. അപ്പൊ വഹാബ് അടക്കമുള്ള ഇവരുടെ തിട്ടൂരത്തിന് നിൽക്കാതെ ഞങ്ങളോടൊപ്പം നിന്ന മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ അവരോട് കടപ്പെട്ടിട്ടുണ്ടല്ലോ, യാതൊരു സംശയമില്ല. ഒരു കാര്യം ഉറപ്പല്ലേ, നിങ്ങളെ ആൾക്കാർ വരെ മൂപ്പർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ? അല്ല, കഴിഞ്ഞ കൊല്ലം 10,000 ആയിരുന്നല്ലോ ആ സ്ഥാനാർത്ഥി. അതേ സ്ഥലത്ത് നിന്ന് 13,000. എങ്ങനെ ഒന്നുമില്ല, നിങ്ങളെ പെണ്ണുങ്ങളെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവും മൂപ്പർക്ക്. കാരണം കോണി കാണുമ്പോൾ അതിന് കുത്തിപ്പോയിണ്ടാവും. അതിന് നന്ദി പറയണല്ലോ ആചാര്, നിർബന്ധമല്ലേ അത്?
എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥപ്പങ്ക് മനസ്സിലായത്? നിങ്ങളെ നേതാക്കൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അണികൾ കേൾക്കൂല, അതാ ചങ്ങായിമാരെ അതിൻ്റെ അർത്ഥം. വഹാബ് പോസ്റ്റ് ഇട്ടു എന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. എന്തേ ഈ പറഞ്ഞ ആജയമാർ കേൾക്കാഞ്ഞ്? നാഥനില്ല പടയായി നിങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനായ എപ്പിക്കാരൻ നിങ്ങളെ ആലിമുൽ അല്ലാമ പറഞ്ഞ മൂപ്പര് പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്യും. നിങ്ങളെക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്ന പോലെ രാഷ്ട്രീയ നേതാക്കൾക്കല്ലേ. അതായത് നിങ്ങളുടെ നേതൃത്വം കഠിനമായ പരിശ്രമം നടത്തി, പക്ഷേ അണികൾ പോലും അനുസരിക്കാതെ ആചാര്യക്ക് വോട്ട് ചെയ്തു. തീർച്ചയായും അതിനുള്ള നന്ദി ആചാര്യ പറഞ്ഞിരിക്കണം. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞങ്ങൾ പറഞ്ഞു ഒന്നുകൂടി സ്ഥിരീകരിച്ചു. ഇത് പറഞ്ഞാൽ നിങ്ങളെ പണി പൊട്ടിയും നിങ്ങളെ അണികളടക്കം നിങ്ങളെ കൈയൊഴിഞ്ഞു. ഇതല്ലേ പതിലുണ്ടായത്. എന്നിട്ട് അത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് നന്ദി, അഭിനന്ദനങ്ങൾ. ഈ ബാക്കിയും കൂടി ആചാര്യ പറഞ്ഞോട്ടെ. ഇനി അടുത്ത ടീമിന് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റു ചിലരോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇത്രമാത്രം വിജയിപ്പിച്ചത് അങ്ങനെയുള്ളവരാണ്. നിങ്ങൾക്കും ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നാളെ റബ്ബിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എന്ത് പറയും? എത്രമാത്രം വലിയ പ്രചരണമാണ്. ഫോണിലൂടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് 3000-ഓളം നമ്പറുകൾ എന്റെ ഡിവിഷനിൽ നിന്ന് ശേഖരിച്ച് ഈ നേരത്ത് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഉപ്പമാർക്ക് എന്തൊരു കള്ളത്തരങ്ങളാണ് നിങ്ങൾ വിളിച്ചു കൊടുത്തത് പറഞ്ഞത്. പിന്നൊരു ടീമിനും ഞാൻ നന്ദി പറയാണ്. അവരാണ് എന്നെ ഈ രൂപത്തിൽ എത്തിച്ചത്. കാരണം ഇവര് എതിര് നിന്നോണ്ട് എല്ലാവരും കൂടി വോട്ട് ചെയ്ത്. ഒരു കരഞ്ഞു പറയാണ്, എൻ്റെ ഉമ്മ, ഉപ്പ, ഭാര്യ അവർക്കൊക്കെ നമ്പർ ശേഖരിച്ച് തോന്നിവാസങ്ങൾ അയച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവർ റബ്ബ് കൊടുക്കുന്ന മൂപ്പര് പറയണത്. ആ ടീം ഏതാണെന്നറിയോ? ഒന്ന് കരുളായിക്കാരൻ്റെ ടീമാ, ഞാൻ വരുന്നുണ്ട്. മറ്റൊന്ന് വഹാബിന്റെ ടീമാ. വഹാബ് അടക്കമുള്ള നേതൃത്വത്തിന്റെ ടീം. അവർക്കെതിരെ പിന്നെ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ കേൾക്കാതെ പോയത്? അപ്പൊ ആചാര്യ നിങ്ങളെ എല്ലാ നേതൃത്വത്തെയും അവഗണിച്ച് നാട്ടുകാര് സപ്പോർട്ട് ചെയ്തു. നാട്ടുകാർ എന്നതിൽ മുസ്ലിം ജമാഅത്തുണ്ട്. മുസ്ലിം ജമാഅത്ത് നിങ്ങളെ വിശ്വസിക്കണില്ല എന്ന് കൂട്ടരെ. ആ ആചാര്യോട് പറയാണ്, നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വോട്ട് നിങ്ങൾക്കാണ്. ഓക്കെ, ഞാൻ നന്ദി പറയുന്നു, പറയേണ്ട അയാള്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകൂടി സ്ഥിരീകരിച്ച്, ഇവര് കുറെ ഒച്ചപ്പാണ്ടാക്കി എന്നല്ലാതെ ഇവരെ അണികൾക്ക് പോലും വരെ വിശ്വാസമല്ല. ഇതല്ലേ ഞങ്ങളും പറഞ്ഞു. തോറ്റ അമ്പീന്ന് വെറുതെ കളിച്ചതൊക്കെ വെറുതെ ആയി. രാത്രി മൊയ്ലിയന്മാർ ഇറങ്ങി ഓടിയതൊക്കെ വെറുതെ ആയി. നാട്ടുകാർ വോട്ട് ചെയ്ത ആചാര്യനാണ്. നാട്ടുകാരിൽ മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരും ഉണ്ട്. ഏതുപോലെ ഞങ്ങളെ പലരും സഹായിക്കുന്നു. കൂട്ടത്തിൽ മുസ്ലിം ജമാഅത്ത് മെമ്പർ ഉള്ളവരും ഉണ്ട്. ഇപ്പൊ പകരായസനി ഉസ്താദ് മെമ്പർഷിപ്പിൽ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആളല്ലേ. ഞങ്ങൾ എന്നാ മൂപ്പര അഭിനന്ദിക്കാത്തത്? അതിനിപ്പോൾ എന്താ പ്രശ്നം? അപ്പൊ തലല്ലാതെ ഓരോന്ന് ഷെയർ ചെയ്ത് നടക്കണ്ട. ഞങ്ങളാണ് ഇപ്പുറത്തുള്ളത് എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ.